മുറിവുകൾക്കുമേൽ മുറിവുകളേറ്റപ്പോഴും വിചാരണാ മുറിയിൽ ആ മുറിവുകളിൽ മുളകരച്ച് പുരട്ടിയപ്പോഴും അസാധാരണവും ധീരവുമായ ചെറുത്തുനിൽപ്പ് നടത്തിയവൾ ഒടുവിൽ നിന്ന് മനസ്സുമടുത്ത് വിളിച്ചു പറയുകയാണ്, എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കൂ എന്ന്. എത്ര സങ്കടകരമാണത്. പരാതി പറഞ്ഞതും നിയമ നടപടി സ്വീകരിച്ചതും എല്ലാം തൻ്റെ തെറ്റാണെന്ന് ഏറ്റുപറഞ്ഞ് സ്വയം പഴിക്കുന്നതിലേക്ക് അവളെ എത്തിച്ചത് നമ്മുടെ സമൂഹമാണ്. ഇപ്പോഴും സൈബർ ക്വട്ടേഷൻ സംഘത്തിൻ്റെ ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ആ പെൺകുട്ടി. പുതുതായി റിലീസായ ഒരു സിനിമയുടെ പ്രൊമോഷൻ പണിയെടുക്കുന്ന സൈബർ സംഘങ്ങൾ വരെ അവളെ പരിധിയില്ലാതെ ആക്രമിക്കുന്നു. ആക്രമണം സകല സഹന പരിധിക്കും അപ്പുറമായപ്പോൾ അവൾ ചോദിക്കുന്നു, താൻ ജീവൻ ഒടുക്കുകയായിരുന്നോ വേണ്ടിയിരുന്നതെന്ന്. സമൂഹം എന്ന നിലയിൽ നമ്മൾ അമ്പേ പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്നതിന് സാക്ഷ്യപത്രമാണ് അവളുടെ ഈ വിലാപം. നമുക്ക് ആദ്യം അതിജീവിത സാമൂഹിക മാധ്യമ കുറിപ്പിൽ പങ്കുവച്ചത് എന്താണ് എന്ന് കണ്ടുവരാം. ഞാൻ ചെയ്ത തെറ്റ്, എനിക്കെതിരെ ഒരു അക്രമം നടന്നപ്പോൾ അതപ്പോൾ തന്നെ പോലീസിൽ പരാതിപ്പെട്ടത്, നിയമ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മുന്നോട്ടു പോയത്, അന്നേ സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് സമാധാനിച്ച് ആരോടും ഒന്നും പറയാതെ മിണ്ടാതിരിക്കണമായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ ഇതെന്തുകൊണ്ട് അന്നേ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്ത് പറയണമെന്നറിയാതെ ജീവനൊടുക്കണമായിരുന്നു. 20 വർഷം ശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ പോയ രണ്ടാം പ്രതി പോകുന്നതിന് മുൻപേ ഒരു വീഡിയോ എടുത്തു കണ്ടു. അതിൽ ഞാനാണ് നിങ്ങളുടെ നഗ്ന വീഡിയോ എടുത്തത് എന്നുകൂടെ പറയാമായിരുന്നു. ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലിരിക്കുന്നവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ. നോട്ട് എ വിക്ടിം, നോട്ട് എ സർവൈവർ, ജസ്റ്റ് എ സിമ്പിൾ ഹ്യൂമൻ ബീയിങ്. ലെറ്റ് മീ ലിവ്. അനുഷ, ഇക്കാര്യത്തിൽ ഒരു അതിജീവിത എന്ന് വിശേഷിപ്പിക്കപ്പെടുക എന്നതുപോലുമല്ല ശരിയായ രീതി. കാരണം വളരെ ആത്മവിശ്വാസത്തോടെ മുഴുവൻ പേർക്കും ധൈര്യം പകർന്ന, വെറുതെ അങ്ങനെ ഒരു വിശേഷണത്തിന് അല്ല അവർ അർഹ. അതിനപ്പുറത്ത് നമുക്കതിൻ്റെ നേർചിത്രമാണ് ഈ നടി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ ഈ മട്ടിൽ പിച്ച് ചിന്താൻ സമൂഹം വിട്ടുകൊടുക്കുന്നത് ശരിയാണ് എന്ന് കരുതുന്നുണ്ടോ? നിശ്ചയമായിട്ടുമില്ല. എനിക്ക് ഹർഷ, അതായത് മലയാളി എന്ന നിലക്ക് ജീവിക്കുന്നതിൽ വലിയ ഭാഗ്യമാണ് എന്ന് വിചാരിക്കുന്ന, അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. ഹർഷനും നമ്മളതിൽ പൊതുവിൽ അങ്ങനെയാണല്ലോ. കേരളത്തിലാണ് ജീവിക്കുന്നത് എന്നതിൽ അപമാനിക്കപ്പെടേണ്ടുന്ന വളരെ അപൂർവം സന്ദർഭങ്ങൾ മാത്രമേ എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനകത്തുണ്ടായിട്ടുള്ളൂ. അതിൽ ഇതൊരു പ്രധാനപ്പെട്ട ഒരു വലിയ സംഭവമാണ്. ഇവിടെയാണല്ലോ ഈ സംഭവിക്കുന്നത്. എൻ്റെ നാട് ഇങ്ങനെയാണല്ലോ എന്ന് നമുക്കൊരു സ്വന്തം നാടിനെക്കുറിച്ച് അപമാനം തോന്നുന്നൊരു സന്ദർഭമുണ്ടല്ലോ, അത് ഇതാണ്. അതായത് ഇതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടത് എന്ന് അടുക്കിപ്പെറുക്കി പറയാൻ പോലും പറ്റാത്ത വിധം അങ്ങേയറ്റം ലോസ്റ്റ് ആവുകയാണ് ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ. അത് ഒന്ന്, ഈ വിധി പകർപ്പിനകത്ത് അവർ നേരിട്ട അതിക്രമം എത്രത്തോളം വലുതാണ് എന്നത് വളരെ വിശദമായിട്ട് കേസ് നടപടികളും പോലീസിൻ്റെയും നീതിന്യായ വ്യവസ്ഥയുടെയും രീതി അതായതുകൊണ്ട് അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ചില മാധ്യമങ്ങളെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പേരൊക്കെ മാറ്റിയിട്ട്. നമുക്കതറിയാം. അത് വായിക്കുന്ന ഒരാൾക്ക് ആൺ പെൺ ട്രാൻസ്ജെൻഡർ വ്യത്യാസമില്ലാതെ ബേജാറായി പോകും നമ്മൾ. അതായത് നമ്മുടെ ഏറ്റവും ആന്തരികമായിട്ടുള്ള കോറിൽ നമ്മൾ കുലുങ്ങിപ്പോകും. എന്തൊരു സംഭവമാണ്, എന്താണിത് എന്ന്. നമ്മൾ ഡെയിലി ദൈനംദിനം പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരായിട്ട് ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ ഏതേതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് എന്തൊക്കെ അതിക്രമ സംഭവങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും വിവരങ്ങളും നമ്മൾ അറിയുന്നു. ഇത് പക്ഷേ വായിക്കുമ്പോൾ നമ്മൾ ആന്തരികമായിട്ട് ഏറ്റവും അടിത്തട്ടിൽ കുലുങ്ങിപ്പോകും, വല്ലാതെ ബേജാറായി പോകും. കുറേ നേരത്തേക്ക് നമ്മളത് വായിച്ചാലോ അത് വായിച്ച ഉടനെ നമ്മൾ ആകെ തകർന്നു പോകും. ഇപ്പോഴും അതേക്കുറിച്ച് ഓർക്കുമ്പോൾ എങ്ങനെ ഭീകരമായൊരവസ്ഥയിലൂടെയായിരിക്കും ആ പെൺകുട്ടി കടന്നു പോയിട്ടുണ്ടാവുക എന്ന് നമ്മൾ വല്ലാതെ ഷോക്ക്ഡായി പോകും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ആ സ്ത്രീക്ക് നേരെ, ആ കുട്ടിക്ക് നേരെ, ആ യുവതിക്ക് നേരെ എന്ന് കോടതി അതിനെ ദീർഘമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ കടന്നു ചെന്നിട്ട് അന്വേഷണ സംവിധാനങ്ങൾ കണ്ടെത്തി അതിനെ സ്ഥാപിക്കുന്നുണ്ട്. അവർ അത്രമേൽ ഷോക്കിംഗ് ആയിരിക്കുന്ന ഒരു ക്രൂരകൃത്യത്തിന് ഇരയാക്കപ്പെട്ടു എന്നത് ലോകത്തിനറിയാം. വസ്തുതാപരമാണത്, കൃത്യമാണത്. അത് കഴിഞ്ഞാൽ അത്തരമൊരു കുട്ടിക്ക്, ഒരാൾക്ക് എന്താണ് സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടേണ്ടത്? അവരെ നമ്മൾ ചേർത്ത് നിർത്തുക വേണ്ടത്. നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ അമ്മ പെങ്ങന്മാർ, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ ആരാണെങ്കിലും അവർക്ക് അങ്ങനൊരു അവസ്ഥ ഉണ്ടായാൽ അവരോടൊപ്പം ഞങ്ങളുണ്ട് കേട്ടോ എന്ന് പൊതുസമൂഹം അവരോട് പറയുകയാണ് വേണ്ടത്. അവർക്കുമേൽ മറ്റൊരു കുറ്റകൃത്യം നടപ്പാക്കുകയല്ല. നോക്കൂ, കേരളത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ വളരെ പ്രബുദ്ധം എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ കേരളത്തിൽ അവർക്കുമേൽ വീണ്ടും അനീതി നടപ്പാവുകയാണ്. ആരൊക്കെയോ മുഖമുള്ള ആളുകളും മുഖമില്ലാത്ത ആളുകളും അവരെ ക്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? അവരെ തകർത്ത് കളയാൻ വേണ്ടിയിട്ട്, അവരുടെ അന്തസ്സിനെ എന്നേക്കുമായിട്ട് ഹനിക്കാൻ വേണ്ടിയിട്ട്, അവരെ ലിറ്ററലി കൊന്നുകളയാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ കൊലപാതകമാണത് യഥാർത്ഥത്തിൽ. ആ കൊട്ടേഷൻ എന്ന് പറയുന്നത് കൊലപാതകമാണ്. അത് ആളെ ആന്തരികമായിട്ട് കൊന്നുകളയാന്നല്ല, ആത്മാവിൽ നിങ്ങളെ നിഗ്രഹിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് ആളെ പറഞ്ഞയച്ചത്. അത് ചെയ്യാൻ അവർ വിട്ടുകൊടുത്തില്ല.
നമ്മുടെ പൊതുസമൂഹം അവർക്ക് ധൈര്യം കൊടുത്തു, അവരാകുന്ന വിധത്തിലൊക്കെ എഴുന്നേറ്റ് വന്നു, ഈ കേസ് മുഴുവൻ നടത്തി. പക്ഷേ ഇപ്പോഴും നമ്മൾ കാണുന്നത് എന്താണ്? ഇപ്പോഴും അവരെ കൊന്നുകൊണ്ടേയിരിക്കുകയാണ് ആളുകൾ. നോക്കൂ, നമ്മൾക്കാണിത് വന്നിരിക്കുന്നത്. അവർ പറഞ്ഞില്ലേ, നമ്മൾക്കാണിത് വന്നിരിക്കുന്നതെങ്കിൽ ഈ കുറ്റവാളികളുടെ വീടുകൾക്കകത്ത് സ്ത്രീകളില്ലേ ഹർഷ? ഈ കുറ്റവാളികൾ, ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോയിരിക്കുന്ന കുറ്റവാളികളുടെ വീടുകൾക്കകത്ത് സ്ത്രീകളുണ്ടല്ലോ. ഉറപ്പായിട്ടുണ്ടാവുമല്ലോ, അമ്മമാർ പ്രസവിക്കാത്ത ആരാണ് ഈ ലോകത്തുള്ളത്? ഉറപ്പായിട്ടുണ്ടാവുമല്ലോ, അമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഉണ്ടാകും. കുറ്റവാളികളാണ്, ഇതിന് കൊട്ടേഷൻ കൊടുത്ത ആളാണ് എന്ന് പറഞ്ഞ ആളുകളുടെ സ്ത്രീകളെ കാണുന്ന ആളുകളല്ലേ, അവരുടെ സഹപ്രവർത്തകരും മക്കളും ഭാര്യയും ഒക്കെ ആയിട്ട് സ്ത്രീകളില്ലേ, അമ്മയും ഒക്കെ ആയിട്ടില്ലേ? അപ്പോൾ അവരതാണല്ലോ അവസാനം എഴുതുന്നത്. അതായത് നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റുപാടുള്ളവർക്കോ ഇത് ഉണ്ടാകാതിരിക്കട്ടെ. എന്തുകൊണ്ടാണ് അവർ പറയുന്നത്? അവർ ആക്ടിന് വിധേയമായ ആ ക്രൂരതയെക്കുറിച്ചോ വേദനയെക്കുറിച്ചോ അല്ല പറയുന്നത്. അതിനുശേഷം ഞാൻ കടന്നു പോകേണ്ടി വന്ന ഈ സംഭവങ്ങളെക്കുറിച്ചാണ്. ഇത് തുറന്നു പറഞ്ഞ് ഈ നിയമ നടപടികളിലേക്ക് പോയതുകൊണ്ട് എനിക്കുണ്ടായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണൂ ലോകമേ എന്നാണല്ലോ അവർ പറയുന്നത്. ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യൻ അവരെ അതിജീവിത എന്നും ഇര എന്നും മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അങ്ങേയറ്റം ആത്മാഭിമാനം ഹനിക്കുന്നതാണ്. എന്താണ് ഞാനും ഹർഷനും പോലെയുള്ള മനുഷ്യരിന്ന് അവരെ വ്യത്യസ്തയാക്കുന്നത്? അവർ ആക്രമണത്തിന് വിധേയമായി എന്നാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പേരിൽ തന്നെ ഇതാ വരികയാണ് എന്ന് പറയുമ്പോഴും പൊതുസമൂഹത്തിന് അവരെ അങ്ങനെ വിളിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അതിജീവിതയോ വരികയോ അല്ല, നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ്, ഒരു സിമ്പിൾ ഹ്യൂമൻ ബീങ് ആണ്, എന്നെ ജീവിക്കാൻ വിടൂ എന്ന് അവർക്ക് പറയേണ്ടി വരുന്നത്. നോക്കൂ, ഒരു പൊതുസമൂഹം എന്ന നിലയിൽ, അതിനകത്ത് പറഞ്ഞില്ല, ഒരു പൊതുസമൂഹം എന്ന നിലയിൽ നമ്മൾ അമ്പേ പരാജയപ്പെട്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് വളരെ രോഷത്തോടെ പറയുക എന്നല്ലാതെ ഇത് ഇങ്ങനെ തന്നെ തുടരുകയാണ് ചെയ്യുക. ഹർഷൻ അവിടെ പോയിട്ട് അവരെഴുതിയിരിക്കുന്ന പോസ്റ്റിന് താഴെ നോക്കൂ, താഴെ ലൈക്ക് അടിച്ചിരിക്കുന്ന ആളുകൾ നോക്കൂ. അവിടെ നമുക്ക് പരിചയക്കാരായിട്ട് എത്രയോ ആളുകൾ അവിടെയുണ്ട്. നിങ്ങൾ നോക്കൂ, അവരുടെ ഫ്രറ്റേണിറ്റിക്കകത്ത് നിന്ന്, ഈ ഫിലിം ഫീൽഡിൽ നിന്ന് എത്ര മനുഷ്യർ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എത്ര മനുഷ്യർ വോക്കലി സംസാരിക്കുന്നുണ്ട്. സമ്പത്ത് കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു സംഘടനയല്ലേ അവർക്ക്. സാമ്പത്തികമായിട്ട് ഒന്നോ രണ്ടോ പടത്തിന് ഔട്ടായി പോയി കഴിഞ്ഞാലും തെറിച്ചു പോകാത്ത ജീവിതമുള്ള എത്ര മനുഷ്യരവിടെയുണ്ട്. ഇവിടുത്തെ മോഹൻലാലും മമ്മൂട്ടി അടക്കമുള്ള എത്ര വലിയ ഗ്രേറ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ സമ്പന്നരായിട്ടുള്ള ഇത്തരം സംഗതികളൊന്നും ഒരാൾക്കും അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത മനുഷ്യരില്ലേ ഇവിടെ. ഒരു വാക്ക്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു കുട്ടിയും ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ നേരിട്ട് ഇങ്ങനെയൊക്കെ എഴുതുന്നല്ലോ, കുട്ടി നിൻ്റെ കൂടെ ഞങ്ങളുണ്ട്, ഇവർക്കൊക്കെ പെൺമക്കളും ആൺമക്കളും ഒക്കെ ഉള്ളതാണല്ലോ, ഇവർക്കൊക്കെ അമ്മമാരെന്ന് പ്രസവിച്ച ആളുകളാണല്ലോ, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയാൻ ആരെങ്കിലും ഒരാൾ തയ്യാറാവുന്നുണ്ട്. ഈ മഹാന്മാരായിട്ടുള്ള മമ്മൂട്ടി, മോഹൻലാൽ അതിനിടയ്ക്ക് പോയിട്ട് ഈ കുറ്റാരോപിതനായിട്ടുള്ള ഒരാൾക്ക് നേരെ അപ്പീൽ പോകാനുള്ള കുറ്റാരോപിതനാണ് ഇപ്പോഴും. അയാളുടെ പടത്തിൽ അഭിനയിച്ചു കൊടുത്തിരിക്കുകയാണ്. ആ പടത്തിനകത്ത്, ആ സിനിമക്കകത്ത് കണ്ടിട്ടില്ല, ആ സിനിമക്കകത്ത് സോഷ്യൽ മീഡിയയിൽ കണ്ടത് ഈ ഇത്തരം ഒരു കുറ്റകൃത്യത്തെ, കിഡ്നാപ്പിങ്ങിനെ പറ്റിയുള്ള ജോക്കുണ്ട് അത്ര, അതിന് തമാശ സറ്റയർ എഴുതിയിരിക്കുകയാണ് അത്ര ഈ സിനിമക്കകത്ത്. പക്ഷേ എന്താണ്, മനുഷ്യരെ കൊല്ലുകയാണ് ഇവിടെ. എന്നിട്ട് ഈ കേരളം, അതായത് ഇവർ നമ്മുടെ ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരും CPM-കാരും നമ്മുടെ പല ശ്രേണികളിലുള്ള രാഷ്ട്രീയക്കാരും ഒക്കെ പറയുന്നൊരു ബ്രഹത്തിൻ്റെ മറ്റൊരു കവിതയുണ്ടല്ലോ, നിങ്ങളുടെ നാട്ടിലൊരു അനീതി ഉണ്ടായിട്ടാൽ പിറ്റേ ദിവസം അനീതിക്കെതിരെ പോരാട്ടം ഉണ്ടായിട്ടില്ല, തീ പിടിച്ചില്ലെങ്കിൽ പിന്നെ ഈ നാട് കത്തി നശിച്ചു പോട്ടെ എന്ന മറ്റുള്ളൊരു വരിയുണ്ട്. ഞാൻ ആ വരിയൊക്കെ മറന്നു ഈ രോഷത്തിനിടയിൽ. അങ്ങനെ പറഞ്ഞു നടക്കുന്ന, സകല മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന ചെറുപ്പക്കാരൊക്കെ ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നോക്കൂ, മുഖ്യമന്ത്രി ഇന്നലെ ഒരു ഗസ്റ്ററിൻ്റെ വിഷ്വൽ വന്നു. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ മിണ്ടുന്നില്ല. ഇന്ന് ഈ സമയം വരെ ഒരാൾ ഇത് ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഹർഷൻ കേട്ടോ. ഇത് നമ്മുടെ നാട് കത്തി നശിച്ചു പോകേണ്ടുന്നൊരു അനീതിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യ സ്ത്രീ ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയെ വിശ്വസിച്ചത് കൊണ്ട് ഇത്രമേൽ കൃഷി ചെയ്യപ്പെടുന്നു എന്നത് എല്ലാവരെയും വേദനിപ്പിക്കേണ്ടതല്ലേ? തീർച്ചയായും, അക്കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ഇതിനകത്ത് ഇത് സമാന്തരമായി 2 PR നടക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ്. ഒന്ന്, നമ്മൾ നേരത്തെ തന്നെ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. അതായത് ഈ ഘട്ടത്തിൽ ഞാൻ എന്തായാലും ആ നടൻ്റെ പേര് പറയുന്നില്ല. എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തലച്ചോറിൻ്റെ വളർച്ച അല്ലെങ്കിൽ അങ്ങനെ വേണ്ട, അതും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആകും എന്നുള്ളതുകൊണ്ട് ഞാൻ ആ പ്രയോഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും ഈ ഇത്തരത്തിലുള്ള ഹൂളിഗൻസിനെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു ആക്രമണം ഇവർക്കെതിരെ, ഈ നടിക്കെതിരെ ആസൂത്രിതമായി നടക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ വിധി വന്നതിന് ശേഷം ഈ കുറ്റാരോപിതനായ വ്യക്തി കോടതിക്ക് വെളിയിലിറങ്ങിയിട്ട് ആദ്യം തന്നെ ഒരു ആക്രമണമാണ് ആരംഭിക്കുന്നത് നടി മഞ്ജു വാര്യർക്കെതിരെ. അവിടെ നിന്ന് തുടങ്ങുകയാണ് ഓരോന്ന്. ഈ സിനിമയിൽ തന്നെ, ഈ ഫ്രറ്റേണിറ്റിയിൽ തന്നെ പെട്ട ലാലിനെതിരെ ഇത്രയും രൂക്ഷമായ ആക്രമണം ഉണ്ടാകുന്നു. ലാലിൻ്റെ മകനെതിരെ. സംവിധായകരാണ് അവരൊക്കെ, നടന്മാരാണ്. ഒരാൾ വേറെ, സനീഷ് പറഞ്ഞതുപോലെ ഒരൊറ്റയാൾക്ക് കമാ എന്നൊരക്ഷരം മിണ്ടാനില്ല. അതായത് നമ്മൾ ഇപ്പോൾ എന്തൊക്കെ ശത്രുതാപരമായ സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകുന്നവരായാലും ഒപ്പം നിന്ന് പണിയെടുക്കുന്ന ഒരാൾക്ക് ഇത്തരമൊരു ആക്രമണം നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായാൽ എങ്ങനെ കൈമൈ മറന്ന് കൂടെ നിൽക്കും എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോഴാണ് ഇവിടെ ഈ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പം നമ്മളീ പറഞ്ഞതുപോലെ നമ്മളൊക്കെ പറയുമ്പോൾ അത് വ്യക്തിപരമായാണ് ഈ കാര്യങ്ങളിലെല്ലാമുള്ള ഈ അവകാശവാദങ്ങൾ വരുന്നത് എന്നുള്ളത് ഇതിന് തൊട്ട് മുമ്പ് കടന്നുപോയ കേരളം ചർച്ച ചെയ്ത ചില വിവാദങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് തിരിച്ച് പറയേണ്ടി വരും. എന്നാൽ പോലും ഈ കാര്യത്തിൽ എന്ത് മോശം സമീപനമാണ് സിനിമാ ഫ്രറ്റേണിറ്റി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കണം. ഈ നടി
ഏതെങ്കിലും ഒരു തരത്തിലുള്ള പിന്തുണ ഈ ആക്രമണത്തിന് ശേഷം നേടിയിരുന്നോ? ഇല്ല. പിന്നീട് ചില സുഹൃത്തുക്കളും മറ്റ് ആളുകളുമൊക്കെ, അല്ലെങ്കിൽ ഈ പ്രധാന കക്ഷികൾക്ക് പുറത്തുള്ള ആളുകൾ ആണ് ഇവർക്ക് സിനിമയുമായി എങ്കിലും ഇവരെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അവർക്ക് ആ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാനുള്ള അവസരമെങ്കിലും ഉണ്ടാക്കുന്നത്. ആ സമയത്തൊക്കെ ഇവർക്കെതിരെയുള്ള ആക്രമണം ആസൂത്രിതമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് എല്ലാ പരിധിയും വിട്ട ആക്രമണമാണ്. അതിൽ സനീഷ് പറഞ്ഞില്ലേ, ആ സിനിമയ്ക്കുള്ളിൽ പോലും അശ്ലീലം നിറഞ്ഞ ചില തമാശ രംഗങ്ങൾ പോലെ കിഡ്നാപ്പിങ്ങിനെ അവതരിപ്പിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തെറ്റായ വാക്ക് എൻ്റെ വായിൽ വന്നത്, അതുകൊണ്ടാണ് ഞാനതവിടെ നിർത്തിയത്. കാരണം ഏതോ കാലത്ത് നിലച്ചു പോയതാണ് ഇയാളുടെയൊക്കെ ചിന്താശേഷി. ഏതോ കാലത്ത് നിലച്ചുപോയ, ഏതോ കാലത്തിൻ്റെ, ഏതോ പ്രാകൃത കാലത്തിൻ്റെ ബാക്കി പത്രമാണ് ഇയാളൊക്കെ. അതിനപ്പുറത്തുള്ള ഒരു ചിന്തയിലേക്കൊന്നും പോകാനുള്ള ശേഷി ഇയാൾക്കില്ല. അതുകൊണ്ടാണ് തുടർച്ചയായി ഈ സിനിമകളൊക്കെ പിന്നീടും വരുമ്പോൾ ഇതിൽ നിന്ന് ഒരു ക്രൂശിതൻ്റെ രൂപഭാവഹാവാദികൾ അദ്ദേഹം ആർജിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെയെല്ലാം ഇത്തരത്തിൽ ഈ നടിക്കെതിരെയോ അതല്ലെങ്കിൽ ഈ ഉയർന്ന ആരോപണത്തെ കാട്ടാനോ ചൂണ്ടിക്കാട്ടിയോ ഒക്കെയുള്ള ചില പ്രയോഗങ്ങളും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ഇടപെടലുകളും ഇയാളുടെ തന്നെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ നമുക്കറിയാവുന്ന ഒറ്റ കാര്യം കൂടെ പറയാം ഹർഷ. അതായത് ഈ പറഞ്ഞ ഈ വലിയ സൂപ്പർ താരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ വെറും കെട്ടുബിംബങ്ങളാണ് കേട്ടോ. അതായത് സിനിമക്കകത്ത് വലിയ സൂപ്പർ താരങ്ങളായിട്ടും ഭയങ്കര ഇടിച്ചിടുന്ന ആളുകളായിട്ടും അനീതിക്കെതിരെ പടപോരാടുന്ന ആളുകളൊക്കെ ആയിട്ട് അഭിനയിക്കാൻ പറ്റും. യഥാർത്ഥ ജീവിതത്തിൽ പക്ഷേ ഈ ചങ്ങാതിമാർക്ക് കമാവുന്നൊരു അക്ഷരമില്ല. കാരണം മറ്റ് കേസെന്തോ ആയിക്കോട്ടെ, അവർക്ക് അതിനകത്ത് മറ്റൊരു അഭിപ്രായം ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഈ ഞങ്ങളുടെ കൂടെയുള്ള സഹോദരിയെ, ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകയെ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഷെയിം ചെയ്യരുത് നിങ്ങൾ കേട്ടോ എന്ന് പറയാനുള്ള വർത്തമാനം പോലും അത് നടക്കുകയാണല്ലോ. അവിടെ ആ അനീതി നടക്കുകയാണല്ലോ. ഈ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ അവിടെ അവരുടെ തന്തഗോപുരങ്ങളിൽ ഇങ്ങനൊരു അനീതി നടക്കുന്ന കണ്ടിട്ടുമുണ്ട്. വെറും കെട്ടുബിംബങ്ങൾ, അത്രയേ ഉള്ളൂ, കെട്ടുകാഴ്ചകളില്ലേ, ഉള്ളിലൊന്നുമില്ലാത്ത കെട്ടുബിംബങ്ങളാണെന്ന് പറയുന്നത്. ഈ ദിവസം അതിനപ്പുറത്തൊന്നും പറയാനില്ല. കാരണം ഇതിനപ്പുറത്തൊന്നും നാണക്കേട് മലയാളിക്ക് സംഭവിക്കാനില്ല. ആ നടിയുടെ വാക്കുകൾ വായിക്കുമ്പോൾ അതാണ് നമുക്ക് തോന്നുന്നത്. കണ്ട കാലം അത്രയും ഈ പീഡാനുഭവങ്ങൾ സ്ഥൈര്യത്തോടെ സഹിച്ച, അനീതിയോട് രാജിയില്ലാതെ പൊരുതിയ ധീരതയുടെ പെൺമാതൃകയായ ഒരുവളുടെ ഏറ്റവും വൈകാരികമായൊരു പ്രതികരണമാണ് നമ്മൾ ഇന്ന് കേട്ടത്. 8 വർഷത്തിലേറെ കാലമായി പേറുന്ന വ്യഥകൾക്കെല്ലാം സഹിച്ച് നാടിൻ്റെ നീതിന്യായ വ്യവസ്ഥയെ വിശ്വസിച്ചവളാണവൾ. ഒടുവിൽ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥിതിക്ക് മുന്നിൽ എല്ലാവരും തുല്യരല്ലെന്ന് പോലും അവൾക്ക് പറയേണ്ടി വരുന്നു. പക്ഷേ വേട്ടയാടൽ അവിടെയും തീർന്നില്ല. അവളെ സൈബർ ഇടത്തിൽ ആവുന്നത്ര പ്രതികാര ബുദ്ധിയോടെ വലിച്ചു കീറുകയാണ് ഇപ്പോൾ വെട്ടുകിളി കൂട്ടം. ഒപ്പം അവരുടെ യജമാനന്മാരും. നിങ്ങൾ വിജയിച്ചതിൻ്റെ ഉന്മാദത്തിലായിരിക്കും. അവളെ തകർത്തു കളഞ്ഞു എന്നാകും നിങ്ങൾ കരുതുന്നത്. ഇനിയും തോന്നിയാസങ്ങൾ, ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ന്യായാസനങ്ങൾ ബാക്കിയാണ്. ജനമനസാക്ഷിയുടെ നീതിയുടെ തുലാസിൽ നിങ്ങൾ ഇന്നും കൊടും ക്രിമിനലാണ്. ഈ പരിധിയില്ലാത്ത നീതികേടിനെതിരെ താരസിംഹാസനങ്ങളിൽ അമരുന്ന മഹാമനുഷ്യരൊന്നും വാ തുറന്ന് കമ എന്ന് മിണ്ടാതിരിക്കുന്നതും കേരളം കാണുന്നുണ്ട് എന്നുകൂടി RDX ആവർത്തിച്ച് ഓർമ്മിപ്പിക്കട്ടെ. അവൾക്കൊപ്പം എന്ന് ഇന്നും പറയേണ്ടത് ഏറ്റവും വലിയ സാമൂഹിക ഉത്തരവാദിത്വമായി കണ്ട് ഒരിക്കൽ കൂടി ഞങ്ങളും ആവർത്തിക്കുകയാണ്, ഈ മഹാസമരത്തിൽ ഏതറ്റം വരെയും അവൾക്കൊപ്പം മാത്രം.